115 വർഷങ്ങൾക്ക് മുൻപ് റഷ്യൻ നിരത്തുകളിൽ ആദ്യത്തെ ട്രാം സർവീസ് തുടങ്ങിയതിന്റെ ഓർമ്മ പുതുക്കുകയാണ് റഷ്യ. പഴയതും പുതിയതുമായ ട്രാമുകളുടെ വമ്പിച്ച ഒരു പ്രദർശനം തന്നെ ഒരുക്കിയിരുന്നു മോസ്കോയിൽ. ഒരു കാലത്ത് റഷ്യയുടെ സാമൂഹ്യ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായിരുന്നു ട്രാമുകൾ. കാലങ്ങൾക്കിപ്പുറം ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചതോടെ ട്രാമുകൾ തഴയപ്പെട്ടു. ആ ഓർമ്മകളെ ഒന്ന് പൊടിതട്ടിയെടുക്കുകയാണ് റഷ്യക്കാർ ഈ പ്രദർശനത്തിലൂടെ. വർഷങ്ങൾക്ക് മുമ്പാണ് മോസ്കോയിൽ ആദ്യത്തെ ട്രാം സർവീസ് ആരംഭിച്ചത്. ആ ചരിത്ര സംഭവത്തിന്റെ വാർഷികം ആഘോഷിക്കാതിരിക്കുന്നത് എങ്ങനെ? 17ഓളം ട്രാമുകളാണ് മോസ്കോയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 1880 കാലഘട്ടത്തിലെ കുതിരകൾ വലിച്ചിരുന്ന കൊങ്ക എന്ന മോഡലാണ് ഇക്കൂട്ടത്തിലെ ട്രാം മുത്തശ്ശി. F, 1930കളിലെ KM തുടങ്ങിയവ മറ്റു മോഡലുകളാണ്. 30 വർഷത്തോളം റഷ്യക്കാർ യാത്ര ചെയ്യാൻ ആശ്രയിച്ചിരുന്ന ചെക്കോസ്ലോവാക്യൻ മോഡലായ ട്രാട്രിയാണ് പ്രദർശനത്തിലെ താരം. നൂറുകണക്കിന് പേരാണ് പ്രദർശനം കാണാനെത്തിയത്. റഷ്യയിൽ വർദ്ധിക്കുന്ന ഗതാഗത മലിനീകരണം ഒഴിവാക്കാൻ ട്രാമുകളുടെ കാലം തിരിച്ചുവരേണ്ടിയിരിക്കുന്നുവെന്ന അഭിപ്രായമാണ് മിക്കവർക്കും. നിലവിൽ 960 ട്രാമുകളാണ് റഷ്യൻ നിരത്തുകളിൽ സർവീസ് നടത്തുന്നത്. പോളിഷ് കമ്പനി PSAയും റഷ്യയും ചേർന്ന് പുറത്തിറക്കിയ ഏറ്റവും പുതിയ മോഡൽ അടുത്തയാഴ്ച മോസ്കോയിൽ ഓടിത്തുടങ്ങും. ഈ ന്യൂ ജനറേഷൻ ട്രാമും കാഴ്ചക്കാരുടെ ശ്രദ്ധാകേന്ദ്രം തന്നെ. പ്രദർശനം സമാപിച്ചതിന് ശേഷം പഴയതും പുതിയതുമായ ട്രാമുകളുടെ പരേഡ് സംഘടിപ്പിക്കുകയും ഉണ്ടായി.